ഒരു ഹിന്ദു അല്ലാത്ത ഒരാൾക്ക് RSS ആകാമോ? ഓ പിന്നെന്താ, ഞാൻ ഇപ്പോൾ ഒരു BJPയുടെ ചുമതലക്കാരൻ. BJP ഒക്കെ BJP രാഷ്ട്രീയ പാർട്ടിയാണ്. RSSന് ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, RSSന്റെ ചുമതലയുള്ള എത്രയോ ക്രൈസ്തവ സഹോദരന്മാരുണ്ട്. അതെയോ? ഇപ്പോഴുണ്ട്. BJP ഒക്കെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. RSSലുണ്ട്. RSSന്റെ ചുമതലക്കാരായിട്ട് ഒരുപാട് ക്രിസ്ത്യൻ സഹോദരന്മാരുണ്ട്. പക്ഷെ അത് കാരണത്തിന് ഒറ്റ ഇതേ ഉള്ളൂ, നമ്മുടെ രാഷ്ട്രസ്നേഹം, ദേശാഭിമാന ബോധം, ഇതൊക്കെയാണ് പലരെയും RSSലേക്ക് ആകർഷിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് RSS ഒരു ഹിന്ദു രാഷ്ട്രവാദം ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണല്ലോ. ഹിന്ദു രാഷ്ട്രവാദത്തിനെ കുറിച്ച് അത് വലിയൊരു സബ്ജക്റ്റാണ്. ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് RSSന്റെ എല്ലാ ബൗദ്ധിക്കലും, അതായത് അതിനവരുടെ എല്ലാം പറയുന്നത് ഈ ഹിന്ദു എന്നുള്ളതൊരു മതത്തിൻ്റെ സംജ്ഞയല്ല, അതൊരു സംസ്കാരത്തിൻ്റെതാണ്. സുപ്രീം കോടതി പോലും പറഞ്ഞത് വേ ഓഫ് ലൈഫ്, അതൊരു ജീവിത രീതിയാണ്. അത് സഹസ്രാബ്ദങ്ങൾ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു സംസ്കൃതിയാണ്, പാരമ്പര്യമാണ്. അതിൻ്റെ പേരാണ് ഹിന്ദു എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു രാഷ്ട്രം, നമ്മുടെ സ്വത്വം, തനിമ, അസ്മിത, ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അത് ആവിഷ്കരിക്കണം എന്നാണ് സംഘം ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പോൾ എനിക്ക് യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് തന്നെ RSSകാരനായിട്ട് തുടരാം? തീർച്ചയായിട്ടും. കാരണം ഹിന്ദുക്കളിൽ തന്നെ 33 കോടി ദേവതകളുണ്ടല്ലോ. അതിൽ യേശുക്രിസ്തു ആവാം, നബിയാവാം, അള്ളാഹു ആവാം, ആർക്കും ആവാം. ഇത് ഭാരതത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അതല്ലേ സനാതനധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ മാത്രം പ്രാർത്ഥിക്കുക, ഈ ഒരു വഴിയിലൂടെ പോയാൽ മാത്രമേ അവിടെ എത്തൂ എന്ന ചിന്താഗതി ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ RSS വിശ്വസിക്കുന്ന ഇതിലാണ്, സനാതനധർമ്മത്തിലാണ്, അതിൻ്റെ സംരക്ഷണമാണ്. അതിനെയാണ് ഈ ഹിന്ദു എന്ന വാക്കുകൊണ്ടും ഹിന്ദുത്വം എന്ന വാക്കുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റുള്ളവരും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.